വിശദമായി നോക്കാം. മിഥുന്റെ മരണത്തിനിടയാക്കിയ വൈദ്യുതി ലൈൻ മാറ്റാൻ തീരുമാനമായി. സ്കൂൾ മാനേജ്മെന്റ് ഇന്ന് തന്നെ അപേക്ഷ നൽകും. മാറ്റുന്നതിനുള്ള ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കും. 3 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും. ഫിറ്റ്നസ് ഇല്ലാത്ത ക്ലാസുകളിൽ പഠനമുണ്ടാകില്ല. കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകും. ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സ്കൂളിന്റെ ഈ ഗ്രൗണ്ടിലൂടെയുള്ള ഈ 3 ഫേസ് ലൈൻ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ റിക്വസ്റ്റ് മാനേജ്മെന്റ് KSEBക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലൈനിൽ നിന്ന് കൊടുത്തിട്ടുള്ള കണക്ഷൻ 3 ഫേസ് ഗേൾസ് സ്കൂളിന് കൊടുത്തിട്ടുള്ള കണക്ഷൻ മുൻവശത്ത് കൂടിയുള്ള കെട്ടിടത്തിലൂടെ അവിടെ കൊടുക്കുവാനും ഇത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ആ ഒരു വീട്ടുകാർക്ക് മാത്രമേ ഈ ഒരു നിലവിലുള്ളൂ. അതിന് ആ പോസ്റ്റ് മാറ്റി അവർക്കൊരു പോസ്റ്റ് അനുവദിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ ചെലവ് സ്കൂൾ മാനേജ്മെന്റ് വഹിക്കേണ്ടതാണ്. അതോടൊപ്പം ആ വീട്ടിലേക്ക് ലൈൻ വലിക്കുന്നതിനാവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റണം. അതിനാവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആ കാര്യങ്ങൾ നിർവഹിക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ലൈനുകൾ ഈ സ്കൂളിൻ്റെ മിഡിലൂടെ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, മറ്റ് നിയമ നടപടികൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് നിയമം അനുശാസിക്കുന്ന തരത്തിൽ ശക്തമായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട്. അനധികൃതമായ കെട്ടിടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കഴിഞ്ഞ 10 വർഷത്തോളമായി ആ വൈദ്യുതി ലൈൻ അതേ രീതിയിൽ അപകട ഭീഷണി ഉയർത്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ മിഥുന്റെ ജീവൻ നഷ്ടമാകേണ്ടി വന്നോ ആ വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുക്കാൻ? മറ്റെന്തൊക്കെ തീരുമാനങ്ങളാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള യോഗത്തിലെടുത്തത്? ഈ വിഷയത്തിൽ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ കാണുന്നുള്ളതിന്റെ വ്യക്തമായി തന്നെയാണ് ഇപ്പോൾ ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ നേരിട്ടെത്തി ഇവിടെ ഇത്തരത്തിൽ ഒരു യോഗം ചേർന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തുന്ന സമയത്ത് തന്നെ ഈ സ്ഥലമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം സന്ദർശിക്കുമ്പോൾ തന്നെ പ്രാഥമികമായി അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കി. തുടർന്നാണ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗം ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷം ആണ് ഈ തീരുമാനങ്ങൾ അറിയിച്ചത്. പ്രധാന തീരുമാനങ്ങൾ ഇതാണ്: എത്രയും വേഗം തന്നെ സ്കൂൾ മാനേജ്മെന്റ് അപേക്ഷ നൽകി സ്കൂൾ മാനേജ്മെന്റിന്റെ ചിലവിൽ തന്നെ ഈ വൈദ്യുതി കമ്പികൾ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അതായത് വൈദ്യുതി കമ്പികൾ മാറ്റിയതിനു ശേഷമായിരിക്കും ഈ സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഫിറ്റ്നസ് ഇല്ലാത്ത ഏതെങ്കിലും മുറികൾ ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധന നടത്തിയ ശേഷം ആ മുറികളിൽ ഇനി ക്ലാസ് നടക്കില്ല എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ പലരും ഇതിന്റെ ഒരു ഷോക്കിലാണ്. അവർക്കെല്ലാം ആ ഒരു ഷോക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കൗൺസിലിംഗ് നൽകിയതിനു ശേഷമായിരിക്കും കുട്ടികളെ ഇനി സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പരിശോധനകളൊക്കെ ശക്തമായി നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിലേക്ക് എത്തിച്ചേരും. ആ കുട്ടിയുടെ വീട്ടിലേക്ക്, അതായത് ഇതിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം സ്കൂളിൽ വന്ന് ഈ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും വീട്ടിലേക്ക് പോകുക എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മന്ത്രി എത്തുന്നതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ്ഐ അംഗങ്ങളും CPM അംഗങ്ങളുമായിട്ടുള്ള വലിയ രീതിയിൽ സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഷേധ സാധ്യതയൊക്കെ പോലീസ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരക്ഷ. അതുകൊണ്ട് കൂടുതൽ പോലീസ് വാഹനങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കുക. എന്തായാലും ഇതിൽ 13 വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ ജീവൻ നഷ്ടപ്പെട്ടു. അതിന് പിന്നാലെ ഈ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. എന്താണ് വീഴ്ച, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. യെസ് ലിജോ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അവിടെ വന്നപ്പോൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ, സുരക്ഷാ പ്രശ്നങ്ങൾ അത് വ്യക്തമാകുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതെ, അദ്ദേഹം ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇവിടെ എത്തി ആ പരിശോധന നടത്തുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഈ സ്ഥലമെല്ലാം കൃത്യമായി കണ്ട് അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ അവിടെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ പറഞ്ഞ കാര്യം ഇതാണ്: പ്രാഥമികമായി നോക്കുമ്പോൾ തന്നെ ഇതിൽ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ഈ അലക്ഷ്യമായി ചെയ്തതെന്നുള്ള കാര്യം അറിയില്ല. ഈ
ഇതിന് പിന്നിൽ ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു റിപ്പോർട്ടായിരിക്കും നൽകുക എന്നുള്ള കാര്യവും വ്യക്തമാക്കി. അതിനുശേഷമായിരുന്നു യോഗം ചേർന്നത്. അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് കാര്യം, ഈ അധ്യാപകർക്കും മറ്റു ജീവനക്കാർക്കും ഒക്കെ എന്താണ് പറയാനുള്ളതെന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ തനിക്ക് ഒരു നിലപാട് എന്താണ് അറിയാൻ അല്പം തന്നെ റിപ്പോർട്ട് നൽകേണ്ടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ യോഗം ചേർന്ന് ഒരു തീരുമാനമെടുത്തത്. ഇദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ CWC കൊല്ലം ജില്ലാ ചെയർമാനും ഒപ്പം തന്നെ ശിശുക്ഷേമ സമിതിയുടെ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങൾ ഓരോന്നും കാര്യം ഈ വൈദ്യുതി കമ്പി കടന്നു പോകുന്ന സ്ഥലങ്ങൾ, ഈ അപകടം പറ്റിയ ആ ക്ലാസ് മുറിയിലൂടെ കയറിയ ആ ഭാഗം, ആ ഷീറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് ആദ്യമേ പറയുന്ന കാര്യം ഇതാണ്, അതായത് ഈ വീഴ്ച എന്ന് പറയുന്നത് ഒരാൾക്ക് സംഭവിച്ചിരിക്കുന്നതല്ല, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ അത് പല ഭാഗത്ത്, അതായത് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. കാര്യം സ്കൂളിന്റെ അംഗങ്ങൾ, അത് സ്കൂൾ അധികാരികൾ അത് വാക്കാലെങ്കിലും അറിയിച്ചെങ്കിൽ എന്തുകൊണ്ടത് മാറ്റിയില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ്. കാര്യം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്, അവരിനെ അത് എഴുതി നൽകിയാൽ മാത്രമേ മാറ്റുമെന്നുള്ള ശക്തമായ നിലപാട് വൈദ്യുതി വകുപ്പ് അധികൃതർ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ്. വൈദ്യുതി ലൈൻ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് വലിയ ചെലവുള്ള കാര്യമാണോ? ഇല്ല, ആ കാര്യം ആ വൈദ്യുതി 3 ഫേസ് ഒരു വൈദ്യുതി ലൈനാണ് അതുവഴി വലിച്ചിരിക്കുന്നത്. അത് മാറ്റുക, അതായത് ഗേൾസ് സ്കൂളിലും മറ്റും തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് അവിടെ വൈദ്യുതി വലിച്ചിരിക്കുന്നത്. അത് വലിയ ചിലവ് കൃത്യമായിട്ട് അറിയാൻ പിന്നെ ശരി, ലിജോ ഓഡിയോ ക്ലിയർ അല്ല, ഞാൻ ലിജോയിലേക്ക് വരാം. എന്തായാലും മിഥുന്റെ മരണത്തിന് പിന്നാലെ ഇപ്പോൾ അവിടെ ഈ അപകടത്തിന് കാരണമായ വൈദ്യുതി ലൈൻ, ആ തകര ഷീറ്റിന് തൊട്ടു മുന്നിൽ ഞാന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ, അത് മാറ്റാൻ തീരുമാനമായിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ സന്ദർശനത്തിന് പിന്നാലെയാണ് യോഗം ചേരുകയും തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ വൈദ്യുതി ലൈൻ മാറ്റും. അതിനുള്ള അപേക്ഷ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് നൽകും എന്നാണ് അറിയുന്നത്.